എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ക്രോസ് പീസും കട്ട് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്രോസ് പീസിനെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടു. അതിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് 4 ഇഞ്ച് വീതിയിൽ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇടണം. അതിനുശേഷം തയ്യൽ തുമ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. അപ്പം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിലൊക്കെ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ആക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം ഈ പീസിലാണ് പതിച്ചടിക്കേണ്ടത്, ഇവിടെയല്ല, ഈ പീസിൽ. ഈ പീസിൽ കാണുന്നുണ്ടോ? അപ്പം ഞാൻ എന്താ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പതിച്ചടിച്ചിട്ട് അകത്തോട്ടാക്കി നമ്മുടെ ഈ സൈഡിൽ കൂടി അരികത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കൂടി, കണ്ടോ, ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അല്ലെങ്കിൽ ഇത് മുകളിൽ നിന്ന് ഈ വെളിയിലോട്ട് പൊന്തി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തത്. ആദ്യം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം, പിന്നെ ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ സിബ് വയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേറെ ഡിസൈൻ ചെയ്യുന്നില്ല, സിബ് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം കാണുന്നുണ്ടോ, ഇങ്ങറ്റം വരെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ നേർ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം, കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നേർ സെൻറ്റർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു വര ഇങ്ങനെ വരച്ചെടുക്കുക ചോക്കിട്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുക്കണം. എനിക്ക് ഇതിൻ്റെ സെയിം പീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ലൈനിങ് പീസാണ് എനിക്കുള്ളത്, അതെടുത്തത്. അതിന് മുമ്പ് നമ്മൾ ഈ സിബ് ഒന്ന് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നൊന്ന് നോക്കണം, കേട്ടോ. അപ്പോൾ സിബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ ഈ ഇവിടെ ഒരു ഇതില്ലേ, ഒരു ഇരുമ്പിൻ്റെ പോലെ ഒരു ഇതുണ്ട് സ്റ്റീലിൻ്റെ, അതിന് ശേഷം നമ്മളിങ്ങനെ മടക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം വേണം അളന്ന് നോക്കാൻ. അതിന് ശേഷം തൊട്ട് ഇതിൻ്റെ ക്ലോസിങ് ആയിട്ടുള്ള ഭാഗം വരെ അളന്ന് നോക്കണം. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് സിബിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിബിന് 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒരു 10 ഇഞ്ചെങ്കിലും നീളമുള്ള ഒരു തുണി പീസ് എടുക്കണം. ഇതേ അളവിൽ ഇത് തന്നെ കിട്ടുമെങ്കിൽ, ഈ പീസ് തന്നെ കിട്ടുമെങ്കിൽ നൈറ്റിയുടെ അതാണ് നല്ലത്. അകത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ അറിയത്തില്ല, കേട്ടോ. ഫ്രണ്ടിൽ മാത്രം ഇതേ പീസ് മതി. എന്നിട്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, കണ്ടോ. നിങ്ങൾക്ക് 4 ഇഞ്ച് എടുത്താലും മതി, ഞാൻ 4.5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് സിബ് എത്രയാണ്, സിബ് 8ആണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ നമ്മൾ വരച്ച അവിടെ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് ആ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ വന്നിട്ട് ഈ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെ ഇങ്ങനെ വി പോലെ വരണം. വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും വി പോലെ ആക്കിയിട്ട് വീണ്ടും ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. ഈ നമ്മൾ സെൻറ്ററിൽ നിന്നുള്ള ലൈനിൽ നിന്നും 1/2 ഇഞ്ച് ഗ്യാപ്പ് വേണം. അതിനാണ് ഞാൻ ഇത് മാർക്ക് ചെയ്തത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കണം. അപ്പം നമ്മൾ ഈ വരച്ച സെൻറ്ററും ഈ നൈറ്റിയുടെ സെൻറ്ററിൽ അതും കറക്റ്റ് ആയിരിക്കണം, കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. എനിക്ക് സിബ് വയ്ക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ആയിപ്പോവും. നമ്മൾ നൈറ്റിയിൽ മാർക്ക് ചെയ്ത സെൻറ്ററും ഈ തുണിയിൽ മാർക്ക് ചെയ്ത സെൻറ്ററും ഒരുപോലെ വരണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് വേണം ഈ പീസ് കയറ്റി വയ്ക്കാൻ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കണം, കണ്ടോ. മടക്കി വെച്ചിട്ട് ഈ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പിൻ ചെയ്ത് വെച്ചോണം, ഇവിടെയും ഈ സെൻറ്ററിലും. എന്നിട്ട് ഈ സെൻറ്റർ, ഈ തുണിയുടെ സെൻറ്റർ നൈറ്റി പീസിൻ്റെ സെൻറ്ററിൽ തന്നെ വരണം. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ നമ്മൾ വരച്ച ഇതേ ലെവലിൽ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ട് വരും. ഡബിൾ സ്റ്റിച്ച് ഇടണം, കേട്ടോ. അതിനുശേഷം ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സെൻറ്ററിലുള്ള ലൈൻ ഇതുവരെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വി ആയിട്ട് വേണം നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് വരണം. ഈ സെൻറ്ററിൽ നിന്ന് ഇതുവരെ കട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പിന് ഇങ്ങനെ ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ വി പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നടുക്ക് സെൻറ്റർ കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വി പോലെയാണ് ചെയ്തേക്കുന്നത്, കണ്ടോ. വി പോലെ വരണം. ഈ സ്റ്റിച്ചിൽ കൊള്ളരുത്, കേട്ടോ. എങ്കിൽ ഇത് വിട്ടുപോകും. പിന്നെ അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെയ്യാനായിട്ടേ.
അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അകത്തോട്ട് മറിച്ചിടുക. ഇത് ഷേപ്പ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ ഷേപ്പ് കിട്ടത്തില്ല. ഇനി ഇതിങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കുക. ഇതുപോലെ മറിച്ചിടുക. കണ്ടോ? ഇതുപോലെ മറിച്ചിടുക. ഇതുപോലെ വരും. ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ സിബ് എടുക്കണം. ഇതുപോലെ വരും. ഇനി നമ്മൾ സിബില്ലേ, ആ സിബ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതകത്തോട്ട് വച്ചിട്ട് ഈ മടക്ക് ഇങ്ങനെ വരണം. ഈ സിബ് തുറന്നു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനിങ്ങോട്ട് മടക്കി വച്ചിട്ട് ഇതിനിങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഇതെവിടെയൊന്നും പൊന്തി വരരുത്, ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. കണ്ടോ? ഇതേപോലെ ചേർത്ത് വച്ചിട്ട് ഇതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് പകുതി ആവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ സിബില്ലേ ഇത് മുകളിലോട്ട് കയറ്റി കൊടുക്കണം. ഇങ്ങനെ കയറ്റി കൊടുക്കണം. എന്നിട്ട് വേണം വീണ്ടും താഴോട്ട് സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വളയണം. ഒരു ചതുരത്തിന് വന്നിട്ട് വീണ്ടും ഇതിങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇനി വരപ്പോൾ ഇത് കുറച്ച് മുകളിലോട്ടോ താഴോട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പീസും കൂടി വയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതേപോലത്തെ ഒരു പീസ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി കേട്ടോ. ഞാൻ ജോയിൻ ചെയ്തെടുത്തതാണേ. അപ്പോൾ ഇതിൻ്റെ നീളമൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് ഞാൻ 7.5 എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 8-9 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. എനിക്ക് ഇത്ര തുണിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. നിങ്ങളൊരു 9 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ ഒരു 3.25, 4 നിങ്ങളൊരു 4 ഇഞ്ച് അടുപ്പിച്ച് എടുത്തോണം കേട്ടോ. എനിക്ക് തുണി കുറവായതുകൊണ്ട് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യാൻ നമുക്ക് വേണ്ടേ, സ്ലീവിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്യാൻ തുണി വേണം ഇതിൽ നിന്ന്. അതുകൊണ്ട് കാരണം നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയാണിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് തുണി കിട്ടിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് മടക്കണം. ആദ്യം ഈ പീസിനെ ഞാൻ നീളവും വീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ എടുത്തോണം ഞാൻ പറഞ്ഞതിനെക്കാട്ടിൽ. ഇങ്ങനെ ഇവിടെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ ഒരു കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തോണം കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. മടക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതിൽ കൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ മടക്കി, ഞാൻ പറഞ്ഞതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ അരികത്ത് വെച്ചിട്ട് ഈ സിബിൽ കയറി കൊള്ളാതെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് മറിച്ചിടുക. കൊടുത്തതിന് ശേഷം ഇതിന് ഇങ്ങോട്ടേക്ക് മറിച്ചിടുമ്പോൾ ഇങ്ങനെ വരും. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിബില്ലേ അതുവരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുവരെ തുണി കുറച്ചുകൂടി നീണ്ടു കിടക്കും. സിബ് അതുവരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, അതുവരെ സ്റ്റിച്ച് ചെയ്യണം. തിരിച്ച് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം, ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം, തിരിച്ച് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കി വയ്ക്കണം. വച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അരികത്ത് കൂടി ഒരു സ്റ്റിച്ച് വന്നിട്ട് ഇഞ്ഞു കൊണ്ട് വരണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം. കണ്ടോ? കുറച്ചുകൂടി നന്നായിട്ട് മടക്കണം. ഇത് ഞാൻ മടക്കിയതിപ്പോൾ ശരിയായില്ല. അത് നീറ്റായിട്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ താഴെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുക. തിരിച്ച് അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് വരിക. തിരിച്ച് നമുക്ക് ഓപ്പൺ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇത്തിരി ഓപ്പൺ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കെട്ടിട്ട് നിർത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഭാഗം ഇങ്ങനെ മടക്കി വയ്ക്കുക. തിരിച്ച് ഇവിടെ നിന്ന് ഈ അരികത്ത് കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തണം. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ കുറച്ച് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഫീഡ് ചെയ്യാത്തവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റിയിട്ട് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രമേ മുകളിലോട്ട് കയറ്റുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്രയേ കയറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയൊക്കെ കയറ്റാം കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ? ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ? ഞാൻ ഇതുപോലെ ഇത്രയും ഭാഗം ഓപ്പൺ ആക്കി ഇട്ടിട്ട് നിങ്ങൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റി ചെയ്യണം. അപ്പോൾ നമുക്ക് സിബ് വയ്ക്കുന്ന പരിപാടി തീർന്നു. ഇനി നമുക്ക് ബാക്ക് നെക്കും ചെയ്യണം, പിന്നെ സ്ലീവ് വയ്ക്കണം ഒക്കെ ചെയ്യണം. അപ്പം സിബ് ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പം നെക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് വീഡിയോയിൽ. ഇനി നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് തുണി തയ്യാത്തോണ്ട് ഞാൻ അതേ കളറിലുള്ള വേറൊരു പീസ് തുണിയും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അകത്ത് പോകുന്നതുകൊണ്ട് അറിയത്തില്ല. ഇനി നമുക്കിത് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടു. എന്നിട്ട് ഇടയ്ക്ക് തയ്യൽ തുമ്പിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് മറച്ചിടുമ്പോൾ ഷേപ്പ് വരും. ഇനി നമ്മൾ ഇപ്പം പതിച്ചടിക്കരുത്. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം പതിച്ചടിക്കാൻ. നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട് സിബൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറും പക്ഷെ നമ്മൾ ഷോൾഡർ ചെയ്യുമ്പോൾ ഈ നമ്മൾ ക്രോസ് പീസിൽ അത് തള്ളി വെളിയിലോട്ടിട്ടിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കണം ഈ പീസ്. എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഇവിടെയും നല്ല വശവും തമ്മിൽ വേണം ചേർത്ത് വയ്ക്കാൻ. എന്നിട്ട് ഇതേപോലെ ചേർത്ത് വയ്ക്കണം. ക്രോസ് പീസ് തള്ളി ഇങ്ങോട്ട് ഇട്ടിട്ട് ആ ക്രോസ് പീസിനെ വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിടാൻ. എന്നിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. 1/2 ഇഞ്ച് തയ്യൽത്തും കൂടി സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അത് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടു. ഇനി നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ നിവർത്തിവിടാം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതേപോലെ വരും. അകവശം ഇതുപോലെയും വരും. അതുപോലെ നമുക്ക് ഇതും ചെയ്യാം. കണ്ടോ, ഇതുപോലെ വരും. ഈ നൂല് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ തയ്യൽ തുമ്പില്ലേ അത് ബാക്ക് പീസിലോട്ട് ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ താഴോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്നൊരു സ്റ്റിച്ച് കൊടുത്ത് ഈ ക്രോസ് പീസിൽ അത് അകത്തോട്ടാക്കണം. അകത്തിട്ട് ടോപ്പിൽ കൂടി ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് ഇറങ്ങപ്പോഴും ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് ഇറക്കാൻ. അങ്ങനെ നമ്മൾ ഈ ടോപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്യില്ലേ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ അകവശം തിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ ഫുള്ളായിട്ട്. ഇത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ പൊന്തി വരും. സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും കെട്ടിട്ടെടുത്ത് പോവുക, തുടങ്ങുമ്പോഴും കെട്ടിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇവിടെയും ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് താഴ്ഭാഗത്തും നല്ല വശം ചീത്തവശം മറിച്ചിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇതിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നെക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് സ്ലീവാണ്. സ്ലീവ് ഞാൻ കുറേ കട്ട് പീസുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് സ്ലീവ് തികയത്തുള്ളൂ. കാരണം 13.5 ഇഞ്ചോളം വേണം നമുക്കിവിടെ. നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം വലിയ സ്ലീവ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലുള്ള പറഞ്ഞായിരുന്നു കുറച്ച് പീസുകൾ ജോയിൻ ചെയ്തിട്ടാണ് സ്ലീവ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലീവ് എല്ലാം ജോയിൻ ചെയ്തിട്ട് സ്ലീവിനുള്ള തുണി എല്ലാം ജോയിൻ ചെയ്തിട്ട് സ്ലീവ് വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാം. നമുക്കിനി സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആ സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. സൈഡിൽ 2 പീസ് വെച്ച് ഈ സൈഡും അതുപോലെ ഈ സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ആം ഹോള് നമ്മൾ അളക്കുമ്പോൾ 13.5 ഇഞ്ചാണ് വന്നത്. ഞാൻ അളന്ന് കാണിച്ചായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാണ് അളക്കേണ്ടത്. ഇങ്ങനെ അളക്കണം. 13 ശകലം ഒരു കാലും കൂടെ ഉണ്ട്, 13.25 അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ നേരത്തെ സ്ലീവ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ അളന്നത്. അപ്പം 13.5 വന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ എൻ്റെ വണ്ണം എന്ന് പറയുന്നത് വെട്ടി വരുമ്പോൾ 13 വേണം. നമുക്ക് ഇവിടെ എത്രയാണ് ലെങ്ത് എന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ 8.25 അടുപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 8.25 തന്നെ വേണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലെവലാക്കി വയ്ക്കണം കേട്ടോ. ഇവിടെ 8.25 തന്നെ വേണം. നമ്മൾ ഇനി ഇവിടെ 8.25 വന്നത് ഈ സൈഡിൽ. അതേപോലെ ഇവിടെയും നമ്മൾ 8.25 ആദ്യം അളക്കുന്നത്. ഇവിടെയൊക്കെ ലെവലാക്കി വെച്ചിട്ട് വേണം അളക്കാൻ. 8.25 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് 8.25. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 8.25 കറക്റ്റ്. ഇനി
ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇവിടെ എത്ര ലെങ്താണോ എടുക്കുന്നത് അതേ ലെങ്ത് തന്നെ ഇവിടെ എടുക്കണം. എന്നിട്ട് ആ 8.75 അവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി വരണം. അപ്പോൾ ഇവിടെ വരും. ഇനി നമുക്കതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നൈറ്റിക്കായതുകൊണ്ട് നമ്മൾ ബ്ലൗസിനും ചുരിദാറിനും ചെയ്യും പോലെ ഒന്നും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് വരച്ചാൽ. ഇനി നമുക്കിതൊന്ന് എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു 7 ഇഞ്ചോളം ഇടാം. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ ഇട്ട് 8 ഇഞ്ച് ഇടാം. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. കണ്ടോ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഈ സ്ലീവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതും കൂടി ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? രണ്ടും ഒരേപോലെ ലെവൽ ചെയ്ത് വയ്ക്കണം. ഒരേ അളവായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ അളവ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് 2 സ്ലീവ് ആയിട്ടുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞു നമ്മൾ തയ്യൽത്തുമ്പോൾ ഒരുപാട് ഇട്ടേക്കുന്നത് കൊണ്ടാണ് സ്ലീവൊക്കെ ഇത്ര ലെങ്തിൽ വന്നത് കേട്ടോ. അല്ല, ഇത്രയും വിടുത്തിൽ വന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം നൈറ്റി പീസ് എടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച കണ്ടോ? ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ നമ്മൾ നൈറ്റി പീസിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും തമ്മിൽ വയ്ക്കണം. നല്ല വശം നല്ല വശം. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നൈറ്റിയുടെ സെൻറ്റർ ഇതാണ്. ഇവിടെ നിന്നും നല്ല വശം ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ജോയിൻ ചെയ്ത് വരിക. തിരിച്ച് ഇവിടെ നിന്ന് വീണ്ടും വന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് കെട്ടിട്ട് നിർത്തുക. അതേപോലെ ഈ സൈഡും ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതുപോലെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? തയ്യൽ തുമ്പില്ല, നമ്മളിവിടെ സ്ലീവ് ജോയിൻ ചെയ്ത് ആ തയ്യൽ തുമ്പ് ഇതിലോട്ട് ചേർത്ത് വെച്ച് മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഈ സൈഡിൽ അതുപോലെ ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ? ഞാൻ എന്താ സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തു, ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ പതിച്ചടിച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പ് നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് പതിച്ചടിച്ചിട്ടുണ്ട് മുകളിൽ കൂടി. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള സൈഡ് ജോയിൻ ചെയ്യുക. താഴ്ഭാഗം മടക്കി അടിക്കുക. അപ്പോൾ പിന്നെ അത് നമ്മൾ എത്രയാണോ നമ്മൾ അളവ് അത് അനുസരിച്ച് അളന്നിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം ഞാൻ 2 സൈഡും കുറച്ച് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് അളവളന്നിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ചെസ്റ്റ് എത്രയാണോ എടുത്തത് ആ ചെസ്റ്റ് വേസ്റ്റ് ഇതെല്ലാം അളന്നതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. നമ്മളിങ്ങനെ നിവർത്തി ഇട്ടതിന് ശേഷം നിവർത്തി ഇടുക. എന്നിട്ട് ഫുൾ ചെസ്റ്റ് അളക്കുക. നമ്മളിവിടെ നിന്ന് ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണോ അളവ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് എത്രയാണോ നമ്മൾ എടുത്തത് 12 എടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ 11.5 വെച്ചിട്ട് ഷേപ്പ് ചെയ്യുകയാണ്. 11.5യും ഇവിടെ നിന്ന് അങ്ങോട്ട് 11.5 എടുക്കുക. താഴ്ഭാഗത്ത് ഒരു 10 ഇഞ്ച് എടുക്കുക. അത് ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വീണ്ടും ഷേപ്പ് ചെയ്യണം. കാരണം ഇവർക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് സൈഡ് പിന്നീട് വണ്ണം വയ്ക്കുന്നതും വയറ് വയ്ക്കുന്നതും അനുസരിച്ച് തയ്യലെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് 2 സൈഡ് ജോയിൻ ചെയ്ത് താഴ്ഭാഗം ഓപ്പൺ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഞാൻ സ്ലീവിൻ്റെ അളവ് എന്നിട്ട് ചെസ്റ്റ് അളന്നു. എന്നിട്ട് കറക്റ്റ് ഇപ്പോഴത്തെ അളവിനുള്ളത് ഷേപ്പ് ചെയ്തു. ഡബിൾ സ്റ്റിച്ച് ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇഞ്ച് മാറ്റി വീണ്ടും ഒന്നും കൂടി ഷേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഷേപ്പ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ എനിക്ക് അധികം തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. ആദ്യം കറക്റ്റ് ഷേപ്പ്, പിന്നെ 1 ഇഞ്ചും കൂടെ തയ്യൽത്തും കൂട്ട് വീണ്ടും ഒരു ഷേപ്പ്. ഇത് ഓരോന്നിനും 2 ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴ്ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല ഓപ്പൺ ഇടുകയാണെന്ന്. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ചിങ്ങനെ മടക്കി അടിക്കുന്നുണ്ട്. ഇത് ലെങ്ത് കൂടുതലുള്ളതായതുകൊണ്ട് ശകലം ഒരു ചെറിയ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് ആദ്യം 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ ഞാൻ മടക്കി അടിക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുക്കുക. ഇവിടെ നിന്ന് 4 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം 4 ഇഞ്ച് എടുത്തിട്ട് അവിടെ വേണം കെട്ടിട്ട് നിർത്തുന്നത്. നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നത്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ എത്രയാണോ മടക്കുന്നത്, നമ്മൾ 1/2 ഇഞ്ചാണ് മടക്കുന്നതെങ്കിൽ ആദ്യം 1/2 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച്, ഞാൻ 1/4 ഇഞ്ച് വെച്ചാണ് കിടക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം വേണം 4 ഇഞ്ച് മാർക്ക് ഇവിടെ ചെയ്യേണ്ടത്. ചെയ്തിട്ട് ഇവിടെ കെട്ടിടണം കേട്ടോ. നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്തിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് കെട്ടിടണം. എന്നിട്ട് വേണം നമുക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാം. ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ സ്റ്റിച്ച് ചെയ്യൂലേ നമ്മുടെ ചുരിദാറിനൊക്കെ, അതുപോലെ തന്നെ ആദ്യം ഒരു മടക്ക്, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വരിക. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ ഓപ്പൺ ആക്കിന് കുറച്ച് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇവിടെ തയ്യൽ നിർത്താൻ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കി താഴോട്ട് ഇറങ്ങുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഇത് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടോ? ഇതേപോലെ ആറ് സൈഡും അപ്പുറത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ നമ്മൾ സ്ലിറ്റ് ചെയ്യും പോലെ ചുരിദാറിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം മടക്കിയടിക്കും. ഇത് സൈഡ് ഓപ്പൺ സ്ലിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് താഴ്ഭാഗം മടക്കിയടിക്കേണ്ടത്. താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ആണ് കേട്ടോ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ? സാധാ സിമ്പിളായിട്ടാണ് ചെയ്യിക്കുന്നത്, സിബ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് വേറെ ഡിസൈൻ വെച്ച് വൃത്തികേടാവും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.